36-ാം ദിവസവും കടന്നുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം കടുപ്പിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിൽ പടിക്കൽ നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് കടുപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഒരു ഗേറ്റിന് മുന്നിലാണ് ഉപരോധം. ശക്തമായ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഈ സമരം പ്രതിരോധിക്കാനായി കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നു. കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെ 3 ഗേറ്റുകളിലും ബാരിക്കേഡ് നിർത്തി പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരിക്കും ഉപരോധമെന്നാണ് സമരസമിതി നേരത്തെ വ്യക്തമാക്കിയത്. ഇതിനിടെ ഈ ഉപരോധ ദിവസം തന്നെ സർക്കാർ ഏകദിന പരിശീലന പരിപാടി ആശാ വർക്കർമാർക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, സമാധാനപരമായിട്ട് ഉപരോധം നടത്തുക എന്നത് തന്നെയായിരിക്കും ആശാ വർക്കർമാരുടെ മുന്നിലുള്ള പ്രധാന വിഷയമെന്ന്. ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം പോലീസ് തീർക്കുക, വലിയ കനത്ത സുരക്ഷ പോലീസിനെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് തീർക്കുക, ഏത് രീതിയിലേക്ക് വൈകുന്നേരം വരെ സമരം പോകും എന്നുള്ള സൂചനകളാണ് അവിടെ നിന്നുള്ളത്. സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലാണ് ഇപ്പോൾ 36-ാം ദിനത്തിൽ സമരത്തിന്റെ 2ാം ഘട്ടമായുള്ള ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ 35 ദിവസങ്ങളിൽ നടക്കുന്നു. അതിന്റെ 2ാം ഘട്ടത്തിലുള്ള സമരമായിട്ടാണ് ഈ 36-ാം ദിനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കർമാർ കടന്നിരിക്കുന്നത്. ഇന്ന് സർക്കാരിന്റെ ഒരു പരിശീലന പരിപാടി എല്ലാ ആശമാർക്കും നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഉപരോധ സമരം നടക്കുന്നത്. ഇത് സമരത്തെ പൊളിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലോ, പക്ഷെ സമരം പൊളിയൂല. ഇത് കുത്തിയിളക്കിക്കൊണ്ടുവന്ന ആളുകളല്ല, സ്വയം ബോധ്യപ്പെട്ട് സമരസന്നദ്ധരായി ഇറങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് സമരം പൊളിക്കാൻ പറ്റത്തില്ല. അവർ പരിശീലനം നടത്തിക്കോട്ടെ, താല്പര്യമുള്ളവർ പൊക്കോട്ടെ. അതിനൊന്നും നമുക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, ഇനി ഒരു വിട്ടുവീഴ്ചയില്ല, സമരം ചെയ്ത് ശമ്പളം കൂട്ടിയെടുക്കാമെന്ന് കരുതേണ്ട എന്ന തരത്തിലാണ്. അല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണമല്ലേ അത്? 35 ദിവസം കഴിഞ്ഞുള്ള ആദ്യത്തെ പ്രതികരണം. ഇനി അദ്ദേഹം പ്രതികരിക്കട്ടെ. അപ്പൊ നമുക്ക് വിട്ടുവീഴ്ച ഇല്ലാന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഇനിയും പ്രതികരിക്കണം, ചർച്ചയ്ക്ക് വരണം, കാര്യങ്ങളൊക്കെ തീരുമാനമാകും. ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉറപ്പാണ്, ആത്മവിശ്വാസമുണ്ട്. അതായത് ഇനി അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും? അടുത്ത ഘട്ടം ഞങ്ങൾ ഒരു അല്പം കഴിയുമ്പോൾ ഇവിടെ പ്രഖ്യാപിക്കും. അപ്പൊ സമരത്തിന് അടുത്ത ഘട്ടമുണ്ട്. ആ അടുത്ത ഘട്ട സമരം എങ്ങനെയായിരിക്കുമെന്ന കാര്യം അല്പസമയത്തിനകം ഈ സമരവേദിയിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പോലീസിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട കവാടങ്ങളിലുമുണ്ട്. ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സമരത്തിന് പുറമെ സമര കവാടത്തിൽ മറ്റ് 2-3 സമരങ്ങൾ കൂടി ഇന്ന് എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ അവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് വലിയ തരത്തിൽ സമാനതകളില്ലാത്ത ഒരു സുരക്ഷ 4 കവാടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളൊക്കെ സമരക്കാർക്കെതിരെ നടക്കുന്നു. അപ്പോഴാണ് 2ാം ഘട്ടത്തിലേക്ക് സമരം കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം 36-ാം ദിനത്തിലേക്ക് കടക്കുന്നത്. വലിയ ചൂടുണ്ട്. ആ ചൂടിനെ ഒന്നും വകവെക്കാതെയാണ് ഈ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതാണ്ട് 2-3 ട്രെയിനുകളിലായി കൂടുതൽ ആശാ വർക്കർമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിരിക്കുന്നത്. അവർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്ന് വലിയൊരു പ്രകടനം അത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിലേക്ക് ഈ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഈ സമര പ്രഖ്യാപനം. ഈ 2ാം ഘട്ടത്തിൽ സമരം ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സമര പ്രഖ്യാപനം അല്പസമയത്തിനകം ഇവിടെ വെച്ച് നടക്കുമെന്ന് സമരസമിതി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഡാൻ, വലിയ സുരക്ഷ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഈ ഗേറ്റുകൾക്കെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ ഈ സമരം നേരിടാം എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ കടക്കുന്നു. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർക്കായി പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഈ 2ാം ഘട്ടത്തിലേക്ക് സമരം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇതൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് സമരക്കാർ പറയുന്നുമുണ്ട്. ഏത് പ്രതീക്ഷകൾ കെടുന്നു സമര സമിതിയെ സംബന്ധിച്ചിടത്തോളം എന്നുകൂടി ഉണ്ടോ? അവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇനി കണ്ടില്ലെന്ന് നടിച്ച് സർക്കാരിന് മുമ്പോട്ട് പോകാനാവില്ല.
സർക്കാർ സമ്മർദ്ദത്തിലാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സമരസമിതി മുമ്പോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരുടെ നിലപാട് നേരത്തെ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ഘടകകക്ഷികൾ വരെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഈ സമരം ഇനി തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോകുന്നതിനുള്ള അത് സർക്കാരിനുണ്ടാക്കുന്ന ആ ഒരു വെല്ലുവിളി ക്ഷീണം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ES മിനി കൂടി ചേരുന്നു. മിനി, എങ്ങനെയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടികൾ നിങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? അത് ശക്തമായ ഉപരോധമാണ് നടക്കുന്നത്. കാരണം ഈ സമരത്തെ അവഹേളിച്ചും ആക്ഷേപിച്ചും ഒക്കെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാകും. ഇത് ഞങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ് വളരെ ന്യായമാണ്. അത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 700 രൂപ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കണം. അത്രമാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. വിരമിക്കൽ ആനുകൂല്യം തീർച്ചയായിട്ടും നൽകണം. അല്ല, അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് സർക്കാർ പലതവണയായി ആവർത്തിക്കുന്നത്. സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് ജനത്തിന് തോന്നുന്നില്ല. കാരണം ധാരാളം ചെലവഴിക്കുന്നുണ്ട്, വലിയ തോതിൽ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആശാ വർക്കർമാർക്ക് തരാനില്ല എന്നേ പറയുന്നുള്ളൂ. നമ്മുടെ മുന്നിൽ ഖജനാവൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെ ഈ സമരം തുടർന്നുകൊണ്ട് പോകും? ഞങ്ങള് ഉപരോധത്തിന് ശേഷം പ്രഖ്യാപിക്കും. ആ സമരം ഇവിടെ പ്രഖ്യാപിക്കും. അപ്പൊ അതൊരു വ്യത്യസ്തമായ തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രതിഷേധത്തിന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിൽ ഈ സമര പ്രഖ്യാപനം ഇനി അങ്ങോട്ട് ഉണ്ടാകും ഈ 36ാം ദിനത്തിൽ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അല്പസമയത്തിനകം കൂടുതൽ ആശാ വർക്കർമാർ വടക്കൻ ജില്ലകളിൽ നിന്നടക്കം ഈ സമരവേദിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്കുള്ള സമര പ്രഖ്യാപനം സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ വേദിയിൽ നടക്കുകയെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. 7000